ഇസ്രായേലും ഹമാസും ഗാസയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഗാസയിലെ ജനങ്ങളടക്കം സന്തോഷിക്കുമ്പോഴും ഇപ്പോഴും അവിടെ വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ബന്ദികളാക്കപ്പെട്ടവരിൽ പലരെയും വിട്ടുകൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ. ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ പുരുഷന്മാരെയും ലൈംഗികമായിട്ടുള്ള പീഡനത്തിന് വിധേയരാക്കി എന്നുള്ള വാർത്തകളാണ് ഈയിടെയായിട്ട് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ആദ്യഘട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഗാസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ പുരുഷ ഇസ്രായേലി ബന്ധിയും ഭീകരർ തന്നെയും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ഇവർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഇയാൾ വെളിപ്പെടുത്തിയത്. 2023 ഒക്ടോബർ 7 നോവ സംഗീതമേളയിൽ നിന്ന് 24-കാരനായിട്ടുള്ള ഗൈ ഗിൽബോവ ദലാൽ എന്ന വ്യക്തിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഹമാസിന്റെ ഒരു തുരങ്കത്തിലേക്കാണ് ഇയാളെ കൊണ്ടുപോയത്. അവിടെ ദലാലിനെ ഭീകരർ കൂട്ടിയിടുകയായിരുന്നു. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ ഒരിക്കലും കഴിയാത്ത സ്ഥലത്താണ് തന്നെ ബന്ദിയാക്കി പാർപ്പിച്ചത് എന്നാണ് ദലാൽ വെളിപ്പെടുത്തിയത്. പിന്നീട് ഭീകരർ തന്നെ നിരന്തരമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനിയായിട്ടുള്ള ഒരു ഭീകരൻ തന്നോട് കുളിക്കാൻ ആവശ്യപ്പെട്ടതായി ദലാൽ പറയുന്നു. കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുളിമുറിയിൽ നിന്ന് വലിച്ചിഴച്ച് മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ വസ്ത്രങ്ങൾ തിരികെ ധരിക്കാൻ അയാൾ അനുവദിച്ചില്ല എന്നും ദലാൽ പറയുന്നു. തുടർന്ന് അയാൾ ദലാലിനെ ഒരു ചാരു കസേരയിലേക്ക് തള്ളിയിട്ടതിനു ശേഷം ശരീരത്തിൽ തഴുകാൻ തുടങ്ങി. അയാളോട് നിങ്ങൾ ചെയ്യുന്ന ഇക്കാര്യം ഇസ്ലാമിൽ നിഷിദ്ധമല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അയാൾ തൻ്റെ തലയിൽ ഒരു റൈഫിളും കഴുത്തിലൊരു കത്തിയും പിടിച്ച് എന്നിട്ട് ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ദലാൽ പറയുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള US മധ്യസ്ഥതയിലുള്ള സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ 12 അദ്ദേഹത്തെ വിട്ടയക്കുന്നു. ഗാസയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നിരവധി തവണ അണുബാധകൾ ഉണ്ടായിരുന്നുവെന്നും ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടുവെന്നും ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും അദ്ദേഹത്തിന്റെ കുടുംബമടക്കം വെളിപ്പെടുത്തി. മോചിതനായ ശേഷം തനിക്ക് സംഭവിച്ചത് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് അദ്ദേഹം മാനസിക രോഗ ചികിത്സ ചികിത്സയ്ക്ക് വിധേയനായി എന്നുകൂടി ദലാലിന്റെ പിതാവടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തി. അപ്പോൾ ഹമാസ് തടവറയിൽ താൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതായിട്ട് ആദ്യം വെളിപ്പെടുത്തിയ പുരുഷ ബന്ദി റോം ബ്രാസ്ക്ലാവ്സ്കിയാണ്. അതിക്രൂരമായിട്ടുള്ള രീതിയിലാണ് താൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോടടക്കം പറഞ്ഞത്. നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന 21-കാരനായിട്ടുള്ള ബ്രാസ്ക്ലാവ്സ്കി വെളിപ്പെടുത്തിയത് ഭീകരർ തന്നെ പൂർണ്ണ നഗ്നനാക്കിയതിനു ശേഷം കെട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ്. ഈ ലൈംഗിക അതിക്രമത്തിലൂടെ തന്നെ അപമാനിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുവാൻ താൻ അശക്തനാണ് എന്ന് ഈ ബ്രാസ്വാൾസ്കി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാസി തടവറയിൽ പോലും നടക്കാത്ത ക്രൂരമായിട്ടുള്ള നടപടികൾ, ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഹമാസ് ഭീകരർ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഹമാസിന്റെ തടവറകളിൽ നടന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറയപ്പെടുന്നത്, ആ ഹമാസിന്റെ തടവറകളിൽ നടന്നത് ഇന്നും ഒരു ഓർമ്മയായി ഇവരുടെ മുമ്പിൽ, ഒരു ദുസ്വപ്നമായി അവരുടെ മുമ്പിൽ നിൽക്കുക. നിരവധി വനിതാ ബന്ദികളും ഇതിനോടൊപ്പം മോചിക്കപ്പെട്ടതിന് ശേഷമാണ് ഹമാസ് തടവറകളിൽ അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് പോലും പരാതിപ്പെട്ടിരുന്നത് എന്നതാണ്. നമുക്കറിയാം, വനിതകളായിട്ടുള്ള ബന്ദികളെ ഹമാസ് തീവ്രവാദികൾ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്, ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ ഒരു ക്ലീശയായി കഴിഞ്ഞു. സ്ഥിരം ബന്ധികളെ ഇത്തരത്തിൽ ഹമാസിന്റെ ആയിരുന്നാലും ഏതിന്റെ ആയിരുന്നാലും തീവ്രവാദികൾ ലൈംഗികമായി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. പക്ഷെ അവിടെ പുരുഷ ബന്ധികളെ പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്രത്തോളം വൃത്തികെട്ടവന്മാരായി മാറി എന്നുള്ളതാണ്. ഇവിടെ ഹമാസും ഇസ്രായേലും തമ്മിൽ നടത്തിയ യുദ്ധക്കരാർ പോലും എന്തിനായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പോഴും മരിച്ചു വീഴുന്നില്ലേ അവിടെ ജനങ്ങൾ? ഗാസയിലെ ഏതെങ്കിലും മുനമ്പുകളിൽ വെടിവെച്ച കേൾക്കാത്ത പകലുകളുണ്ടോ?
അവിടെ ബന്ധികളാക്കാത്തവർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തടവറകളിലേക്ക് പോകാത്തവർ, ഭീകരവാദികളുടെ വെടിയേൽക്കാത്തവർ എത്രത്തോളമാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് ലഭിക്കാത്ത ആയുധങ്ങളും പണവും എവിടെയെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഹമാസ് യുദ്ധം എന്ന് പറയപ്പെടുന്ന അവസാനിപ്പിക്കുവാൻ തയ്യാറെടുക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം അവർക്ക് ലഭിക്കുന്ന പണം എന്ന് പറയപ്പെടുന്നത് കുന്നുകൂടുന്ന പണമാണ്. ആ പണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുവാനും ആയുധങ്ങൾ ശേഖരിക്കുവാനും ആയുധ പരിശീലനം നടത്തുവാനും വലിയ ശ്രമം നടത്താറുണ്ട്. ഇവിടെയാണ് നാസി തടവറയിൽ പോലും നടക്കാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ബലാത്സംഗ ലൈംഗിക കൃത്യങ്ങൾ ഈ ഹമാസിന്റെ തീവ്രവാദികൾ നടത്തിയത് എന്നുള്ളതാണ്. ഇന്നും അവസാനിക്കാത്ത യുദ്ധമായിട്ട് ഈ ഹമാസിലും ഇസ്രായേലിന്റെയും യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സമൂഹം, ജനങ്ങൾ, ഗാസയിലെ കുഞ്ഞുകുട്ടികൾ അടക്കമുള്ള വാർദ്ധക്യ സഹിതരായിട്ടുള്ള ആൾക്കാരടക്കമുള്ളവർ പ്രാർത്ഥനയോടുകൂടി കഴിയുന്നത് ഈ യുദ്ധമൊന്ന് അവസാനിച്ചെങ്കിലെന്നാണ്. ഞാനിവിടെ പറയുന്നത് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ പലതരത്തിൽ ഏൽക്കേണ്ടി വരുന്ന സാധാരണ ജനങ്ങൾ, മിലിറ്ററിക്കാർ അടക്കമുള്ളവരുണ്ട് എന്നതാണ്. അപ്പോൾ പട്ടാള ഉദ്യോഗസ്ഥരെ അടക്കം പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് വൃത്തികെട്ട ചിന്താഗതികളും മനസ്സുമായിട്ട് മാറുന്ന ഹമാസ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ അഴിഞ്ഞാട്ടത്തിൽ തകർന്നു പോകുന്നത് പാവപ്പെട്ട ഇത്തരത്തിലുള്ള മനുഷ്യരാണ്. ഇനിയും അവിടേക്ക് ചെല്ലുന്നവരിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധികൾ ഉണ്ട് എങ്കിൽ ആ ബന്ധികളെ കൂടി വിട്ടയക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ അവരെയൊക്കെ വിട്ടയച്ചു കഴിഞ്ഞാൽ പോലും അവർക്കൊരിക്കലും ഇതിന്റെ സത്യം വിളിച്ചു പറയാൻ കഴിയുന്നില്ല. അത്തരത്തിൽ കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ വിശദീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഹമാസ് നടത്തുന്ന യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമായി മാറുന്നു. ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നതും നെതന്യാഹു എന്ന് പറയപ്പെടുന്നതും യുദ്ധക്കൊതിയനാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് അവസാനമുണ്ടോ? ഇതൊരു അന്തിമ വിധിയായിരുന്നുവോ? ഒരിക്കലുമല്ല. ട്രംപിന് വിജയിച്ചു വരുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താനൊരു യുദ്ധം കൂടി അവസാനിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പൊറാട്ട നാടകം. ആ പൊറാട്ട നാടകത്തിൽ ഇന്നും അവിടുത്തെ വേദന അനുഭവിക്കുന്ന ഗാസയിലെ കുഞ്ഞുകുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരുണ്ട്. അവരെ രക്ഷിക്കുവാൻ ഒരു ഇസ്രായേലിനും കഴിയില്ല, ഒരു ഹമാസിനും കഴിയില്ല. ഇസ്രായേലും ഹമാസും ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. പീഡിപ്പിക്കപ്പെടുന്നവൻ വീണ്ടും അവിടെ പീഡിപ്പിക്കുക തന്നെ ചെയ്യും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും.